ധ്യാനിക്കുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പൗലോസ്ലിഹായ്ക്ക് കഴിയുമെന്ന് പൗലോസ്ലിഹ ഇവിടെ വചനത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നത് കർത്താവിന്റെ സാന്നിധ്യം നമുക്കൊപ്പമില്ല എന്നത് തന്നെയാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ, നമ്മുടെ ജീവിത വഴികളിൽ നമുക്കൊപ്പമുണ്ടെങ്കിൽ, ആദിയും അന്തവുമായവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, അവൻ സർവശക്തനാണ്. അവൻ കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കൂട്ടുകാരനെ പോലെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ നടക്കാൻ മാത്രം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് ഇടം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? കർത്താവിന് ഇഷ്ടമുള്ള ജീവിതത്തിന്റെ മക്കളാണോ ഞാനും നിങ്ങളും? അതാണ് ഇന്നത്തെ ചോദ്യം, അതാണ് ഇന്നത്തെ ധ്യാന വിഷയം. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ അണുവിട വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളും അനുസരിക്കുമ്പോൾ കർത്താവായ ദൈവം എപ്പോഴും കൂടെ നടക്കും. അതാണ് ദൈവവുമായിട്ടൊരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. നാം കാണുന്നത് ആദ്യ മാതാപിതാക്കളുടെ ആ ഒരു പറുദീസായിലെ ജീവിതം. അവിടെ ദൈവം അവരോടൊപ്പം ഉല്ലസിക്കുവാനും ഉലാത്തുവാനും വന്നവനായിരുന്നു. ഒരു കൂട്ടുകാരെ പോലെ ദൈവം അവരെ കാത്തു പരിപാലിച്ചു കൊണ്ട് നടന്നു. എന്നാൽ ആ ഒരു ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചപ്പോൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൂട്ടാക്കാതെ വന്നപ്പോൾ പിന്നീടുണ്ടായതൊക്കെ നമുക്കറിയാം. നമ്മുടെയും ജീവിതം ഇതുപോലെ തന്നെയാണ്. കർത്താവ് നമ്മോടൊത്ത് ഉല്ലസിക്കുവാൻ, ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ, നമ്മെ ശക്തിപ്പെടുത്തുവാൻ, സംരക്ഷിക്കുവാൻ നമുക്കൊപ്പമുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് ഇഷ്ടമുള്ള ജീവിതങ്ങളായിട്ട് മാറ്റപ്പെടണം. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലെ ബാലനായ ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തറപറ്റിക്കുന്നുണ്ട്. എന്താ കാരണം? അവിടെ ദാവീദ് എന്താ പറയുന്നത്? ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല ശത്രുക്കളെ തോൽപ്പിക്കുന്നതെന്ന് ഈ കൂടി നിൽക്കുന്ന ജനങ്ങളൊക്കെ ഇന്ന് കാണും. അത് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. കാരണം ദാവീദിന് അറിയാമായിരുന്നു കർത്താവായ ദൈവം ദാവീദിന്റെ കൂടെയുണ്ടെന്ന്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം, അവിടെ 6-ാം അധ്യായത്തില് മിദിയാൻകാരെ ഭയപ്പെട്ടുകൊണ്ട് ഗിദയോൻ എന്ന മകൻ, അവൻ മുന്തിരിച്ചക്കിന്റെ അവിടെ ഗോതമ്പ് മെതിക്കുന്നത് ഈ മിദിയാൻകാര് കാണാതെ പേടിച്ചരണ്ട് അവിടെ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അവിടെ കർത്താവിന്റെ ദൂതൻ ഈ ഗിദയോന്റെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട്, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് ഇല്ലാതാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ശക്തിയില്ലാത്തവരാകും, ബലമില്ലാത്തവരാകും, ധൈര്യമില്ലാത്തവരാകും, ബുദ്ധിയില്ലാത്തവരാകും. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിലോ, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ഒറ്റയാൾ എന്ന പോലെ മിദയാൻകാരെ മുഴുവൻ തോൽപ്പിക്കുന്ന ഗിദയോനെയാണ്. പേടിത്തൊണ്ടനായിരുന്നു. ദൈവം കൂടെ വന്നപ്പോൾ അവന് ശക്തി ലഭിച്ചു. പൗലോസ്ലിഹ ദൈവം കൂടെ നിന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എല്ലാം വെട്ടി തുറന്ന് സംസാരിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ ശക്തി ലഭിച്ചു. സ്ത്രീകന്മാരെ എല്ലാവർക്കും ദൈവം ശക്തി കൊടുത്തു. മോശ എന്തായിരുന്നു? വിക്കനായിരുന്നു, ധൈര്യമില്ലാത്തവനായിരുന്നു. കർത്താവ് കൂടെയുണ്ടെന്ന് പറഞ്ഞ, ഞാൻ നിന്നോട് കൂടെയുണ്ട് മോശയോട് പറഞ്ഞു. ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. സങ്കീർത്തനം 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലം കയ്യാൽ താങ്ങി നിർത്തും. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ. ദൈവം കൂടെയുണ്ടോ എന്ന് ഓരോ പ്രഭാതത്തിലും നാം പരിശോധിക്കുക. കർത്താവ് കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് മുന്നിലേക്ക് പോയിക്കൊള്ളുക. കർത്താവ് എല്ലാം നോക്കിക്കൊള്ളും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ബാലനായ ദാവീദിനെ മല്ലനായ ഗോലിയാത്തിനെ തറപറ്റിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു എന്ന് വിശ്വസിക്കുക. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം നല്ലൊരു ദിവസമായിട്ട് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകട്ടെ.